ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊന്മെഴുക് അല്ലെങ്കിൽ ബീസ് വാക്സിൻ്റെ ഉപയോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പലതരം ആയുർവേദ ഓയിൻമെൻറ്റിലും ക്രീമിലും പ്രധാന ചേരുവയായിട്ടാണ് ബീസ് വാക്സ് അല്ലെങ്കിൽ പൊന്മെഴുക് ചേർക്കുന്നത്. ഇതുപോലെ തന്നെ വേദന സംഹാരികളായിട്ടുള്ള തൈലങ്ങളിലും ബീസ് വാക്സ് പ്രധാന ചേരുവയായിട്ട് ചേർക്കുന്നുണ്ട്. പിണ്ണ തൈലത്തിലെ പ്രധാന ഒരു ചേരുവ തന്നെയാണ് ബീസ് വാക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പലതരം വാത സംബന്ധമായ വേദനകൾക്ക് ഇത് കണക്ക് ബീസ് വാക്സ് കൊണ്ടുള്ള ഓയിൻമെൻറ്റ്സ് പുരട്ടുന്നത് നമുക്ക് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. വാതസംബന്ധമായ വേദന ശമിക്കാനും അതുപോലെ തന്നെ ചുട്ടുനീറ്റലിനൊക്കെ വളരെ ഫലപ്രദമാണ് ഇതുപോലെ ബീസ് വാക്സ് കൊണ്ടുള്ള ഓയിൻമെൻറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ മോയ്സ്ചറൈസറായിട്ടും, അതായത് വരണ്ട ചർമ്മത്തിന്, പ്രായമാർദ്ധിക്കും കൊണ്ടുവരുന്ന വരണ്ട ചർമ്മത്തിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. സ്കിൻ മോയ്സ്ചറൈസറായിട്ട് ഇത് ഈർപ്പം ത്വക്കിനുള്ളിൽ തന്നെ നിർത്താനായിട്ടുള്ള ശേഷിയുള്ള അതാണ് ബീസ് വാക്സ്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കിൻ മോയ്സ്ചറൈസറായിട്ടും അതുപോലെ തന്നെ നമ്മുടെ പാദത്തിലൊക്കെ ഓടുന്ന വിണ്ട് കയറുന്നതിനൊക്കെ നമുക്ക് ഈ ബീസ് വാക്സ് കൊണ്ടുള്ള ഓയിൻമെൻറ്റ്സ് വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലിപ് ബാമായിട്ടും, അതായത് ചുണ്ട് വരണ്ട് പൊട്ടുന്നതിനൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ബീസ് വാക്സ് കൊണ്ടുള്ള ഓയിൻമെൻറ്റ്സ് ഇത് നമുക്ക് പലതരം ഔഷധങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് ഈ ഓയിൻമെൻ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് പുരട്ടുന്നത് നമുക്ക് ഒരു രോഗശാന്തി സ്കിൻ ഡിസീസസിനായാലും, അതായത് സോറിയാസിസ്, എക്സീമ പോലുള്ള വരണ്ട് പൊട്ടുന്നതിനും ചൊറിഞ്ഞു പൊട്ടുന്നതിനൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ബീസ് വാക്സ് കൊണ്ടുള്ള ക്രീമുകൾ വളരെ ഫലപ്രദമാണ് സ്കിൻ ഡിസീസസിനെല്ലാം. അതുപോലെ തന്നെ കുട്ടികൾക്കുണ്ടാകുന്ന ഡയപ്പർ റാഷിനും ഒക്കെ ബീസ് വാക്സിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമായി കണ്ടുവരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള, വീട്ടിൽ തന്നെ നമുക്ക് ബീസ് വാക്സ് കൊണ്ടുള്ള ഓയിൻമെൻറ്റ്സും ക്രീമുകളും ഒക്കെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ബീസ് വാക്സ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം 1 ഗ്രാം ബീസ് വാക്സിന് 5 ml 5 ഇരട്ടി എണ്ണയാണ് നമ്മൾ എടുക്കേണ്ടത്. അത് നമുക്ക് എള്ളെണ്ണ എടുക്കാം. അത് നമ്മുടെ ഉപയോഗത്തിനനുസരിച്ച് നമുക്ക് ഏതിനാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് എള്ളെണ്ണ എടുക്കാം, അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം, കോക്കനട്ട് ഓയിൽ എടുക്കാം. ഇതിലേതെങ്കിലും ഒരു എണ്ണ എടുത്തതിന് ശേഷം നമ്മൾ ഇത് ബീസ് വാക്സായിട്ട് മിക്സ് ചെയ്യണം. അതായത് പൊന്മെഴുകുമായിട്ട് 1 ഗ്രാം പൊന്മെഴുകിന് 5 ml 5 ഇരട്ടി എണ്ണ എടുത്ത് മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഇത് ചൂടാക്കിയതിന് ശേഷം, അതുപോലെ തന്നെ നമുക്ക് ഇത് തണുപ്പിച്ചതിന് ശേഷം ഇതൊരു വെണ്ണയുടെ കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ബട്ടറിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ട് മഞ്ഞ കളറിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഓയിൻമെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇത് സ്കിൻ മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വരണ്ട ചർമ്മത്തിന് വളരെ ഫലപ്രദമാണ് ഇതുപോലത്തെ ഓയിൻമെൻറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് വേപ്പില കൊണ്ട് നമുക്ക് ഇതുപോലെ സ്കിൻ ഡിസീസ് ആയിട്ടുള്ള സോറിയാസിസ്, എക്സീമ അതുപോലെയുള്ള ചൊറിച്ചിൽ വരുന്ന കണ്ടീഷൻസിനെല്ലാം നമുക്കിത് നീം അല്ലെങ്കിൽ വേപ്പുമായിട്ട് മിക്സ് ചെയ്ത്, വേപ്പിൻ്റെ ഇല അരച്ചതിന് ശേഷം അതിൻ്റെ നീരെടുത്തതിന് ശേഷം അതുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ബീസ് വാക്സ് 1 ഗ്രാം ബീസ് വാക്സിന് 5 ml കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചൂടാക്കിയതിന് ശേഷം തണുപ്പിച്ചെടുത്ത് നമുക്ക് സ്കിൻ ഡിസീസസിനൊക്കെ നമുക്കിത് വേപ്പിൻ്റെ ഓയിൻമെൻ്റ് ആക്കി നമുക്കിത് ഓയിൻമെൻറ്റ് കൊണ്ടുള്ള ഈ ബീസ് വാക്സ് തേക്കാവുന്നതാണ്. അത് സ്കിൻ ഡിസീസിന് വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ നമുക്ക് മഞ്ചിഷ്ടം അല്ലെങ്കിൽ മഞ്ചട്ടി കൊണ്ടുണ്ടാക്കിയ ലിപ് ബാമും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിലും ഇത് കണക്ക് ബീസ് വാക്സ് 1 ഗ്രാം എടുത്തതിന് ശേഷം ഒലിവ് ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് അല്പം മൺചട്ടി അല്ലെങ്കിൽ മൺചട്ടിയുടെ പൊടി കിട്ടുന്നതാണ്, അത് വാങ്ങിച്ച് മിക്സ് ചെയ്ത് നമുക്ക് തണുപ്പിച്ചെടുത്ത് ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അലോവേറ ജെല്ലുമായിട്ടും കറ്റാർവാഴയുടെ നീരുമായിട്ടും ഇതുപോലൊക്കെ തന്നെ ബീസ് വാക്സ് കറ്റാർവാഴയുടെ ജെല്ലും അല്ലെങ്കിൽ നമ്മൾ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇത് നമുക്ക് പാദത്തിലായാലും വിണ്ട് കയറുന്നതിനൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതുപോലെ ബീസ് വാക്സിൻ്റെ ഓയിൻമെൻറ്റ്സ്. അതുപോലെ തന്നെ നമുക്ക് വേദന സംഹാരിയായിട്ടുള്ള ഒരു ഓയിൻമെൻറ്റും വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്നത്. ഇതിൽ ബീസ് വാക്സിൻ്റെ കൂടെ നമുക്ക് കുന്തിരിക്കയും ചേർത്ത് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഓയിലുമായിട്ട് മിക്സ് ചെയ്ത്, കോക്കനട്ട് ഓയിലോ എള്ളെണ്ണയുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു ഓയിൻമെൻറ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് കുന്തിരിക്ക അടങ്ങിയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഗൗട്ടി ആർത്രൈറ്റിസ് പോലുള്ള കണ്ടീഷൻസിന് വളരെ ഫലപ്രദമായിരിക്കും. അതുപോലെ തന്നെ ചുട്ടുനെറ്റലിനും എല്ലാം വളരെ ഫലപ്രദമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.